ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു 3D ഫ്ലവർ ചെയ്ത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനൊരു പോപ്ലിൻ ക്ലോത്തിൽ നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർക്കിൾ വരക്കണം. അങ്ങനെ നമ്മൾ സർക്കിൾ വരച്ചു. ഇനി ഇതിനെ ഒരു 8 പാർട്ടാക്കിയിട്ട് മാറ്റാം. ഇങ്ങനെ 8 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ 3D ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബ്ലൂ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പം നൂല് ഞാൻ ഒരു 3 നൂലിഴകൾ ചേർന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സാധാരണ ഒരു നൂല് കിട്ടുമ്പോൾ അതിൽ ഏകദേശം 6 ഇഴകളോളം ഉണ്ടാവും. ഇതിപ്പോൾ ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്ത് നൂലിഴകളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 8 പാർട്ടായി തിരിച്ചതിന് നൂല് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേറൊരു സൂചിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഇവിടെയുള്ള ഒരു ഇതളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നേരെ സൂചി കുത്തി ഇറക്കി ഒരു ഹൈറ്റ് വെച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ അകത്തൂടെ എടുത്ത് ഈ സൂചിയിലായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. ഏകദേശം നിങ്ങൾക്ക് എത്ര തിക്നെസ് ആണോ അതിനനുസരിച്ചിട്ട് ചുറ്റിക്കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ചുറ്റൽ മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെ 6 ചുറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൂചി ഒന്ന് ഇളക്കി മാറ്റാം. എന്നിട്ട് ഈ ഒരു ഇതിലിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മിഡിൽ പോർഷനിലൂടെ നമ്മുടെ സൂചി കയറ്റി ഇവിടെ ഒരു കെട്ടിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം നൂല്. ഈ നൂല് തിരിച്ച് ഈ ഹോളിൽ കൂടെ ഒന്നുകൂടെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് അടിയിലേക്ക് എടുക്കാം.
ഇതേപോലെ നമുക്ക് ഈ 8 ഭാഗവും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള 7 ഭാഗവും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ ഇതളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 8 ഇതളുണ്ട്. ഇനി നമുക്കിതിന് നടുവിലായിട്ട് ഒരു പൂമ്പൊടി പോലെ ഒരു മഞ്ഞ ത്രെഡ് വെച്ചിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നടുവിലായിട്ട് കുത്തി നൂല് പുറത്തേക്കെടുത്ത് ഏകദേശം ഈ ഒരു അളവിൽ നൂല് അവിടെ തന്നെ പിടിച്ചു വയ്ക്കാം. എന്നിട്ട് താഴോട്ടേക്ക് കുത്തി ഇറക്കി ഈ ഒരു അളവിൽ നൂലിവിടെ പിടിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഇതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മുകളിലോട്ടേക്ക് കുത്തി വന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചി ഒരിക്കൽ കൂടെ മുകളിലോട്ടേക്ക് എടുത്ത് താഴോട്ടേക്ക് എടുക്കാം. ഈ നൂല് പിടിച്ചു വെച്ച് ഇനി അരികിലായിട്ട് കെട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു നൂലിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ 3D ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.